ഫെഞ്ചൽ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അത് സൗത്ത് ഇന്ത്യയിൽ വലിയ ഭീതി പരത്തിക്കൊണ്ട് പോണ്ടിച്ചേരി വഴി കടന്നുപോയി. പോണ്ടിച്ചേരിയിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലുമൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന രീതിയിൽ മഴ രൂപപ്പെടുന്നത്. 5 ജില്ലകളിലെങ്കിലും റെഡ് അലേർട്ട് ഉൾപ്പെടെ ഉള്ള വാർണിംഗ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിക്കഴിഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ സംസ്ഥാനത്തെ മേധാവി നീത കെ ഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ആശങ്കപ്പെടേണ്ടതുണ്ടോ? എവിടെയൊക്കെയാണ് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത? ഇപ്പോൾ നിലവിൽ ആ ചുഴലിക്കാറ്റിൻ്റെ ബാക്കിഭാഗം എന്ന് പറയുന്നത് വടക്കൻ തമിഴ്നാട്ടിലെ ഒരു ന്യൂനമർദ്ദ മേഖലയായിട്ട് തീവ്രത കുറഞ്ഞ് നിലനിൽക്കുന്നു. അത് പടിഞ്ഞാറേട്ടേക്ക് മൂവ് ചെയ്ത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരളത്തിൻ്റെ വടക്കൻ മേഖലകളും കർണാടകയുടെ തെക്കൻ മേഖലകളിൽ കൂടി കടന്ന് നാളെ ആകുമ്പോഴേക്ക് അറബിക്കടലിലേക്ക് പതിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ അനുമാനം. അപ്പോൾ അത് പ്രകാരമാണ് ഇന്ന് വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നീ 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിനോട് മധ്യ കേരളം, കാസർഗോഡ് ഈ മേഖലകളിൽ ഓറഞ്ച് അലേർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇന്നലെയും ഇന്നുമായി തുടർച്ചയായി പെയ്യുന്ന മഴ ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കുറച്ചു കാലമായി സംസ്ഥാനത്ത് മഴ പെയ്യുമ്പോൾ അതിശക്തമായ മഴയാണ്. ഒരുപക്ഷെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അതിനപ്പുറത്തേക്ക് മഴ പെയ്യുന്നുണ്ട്. അത് വലിയ അപകടം, ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള അപകടങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് മലയോര മേഖലയിലടക്കം. മലയോര മേഖലകളിൽ പെയ്യുന്ന മഴ അതിശക്തമായിട്ടാണ്. ഇന്നലെ പത്തനംതിട്ടയും കോട്ടയം ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് വളരെ അതിശക്തമായ മഴ പെയ്തിരുന്നു. അതുകൊണ്ടാണ് രാത്രി ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് റെഡ് അലേർട്ട് ആക്കിയത്. പിന്നെ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. നമ്മൾ നേരത്തെ അനുഭവപ്പെട്ടതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. അത് ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള തീവ്ര മഴ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതെന്നാണ് കണ്ടുവരുന്നത്. ഇന്ന് ഉച്ച മുതൽ തന്നെ നമുക്ക് ഈ മുന്നറിയിപ്പ് നൽകിയ പ്രദേശങ്ങളിൽ മഴ ശക്തിയായി തുടങ്ങും. ഇന്ന് മഴ ഉച്ചയോടുകൂടി ഇപ്പം സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് നോക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് അറബിക്കടലിൽ നിന്നുള്ള നീരാവി കൂടി ചേരുമ്പോൾ മഴ ശക്തിയാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് വടക്കൻ ജില്ലകളിൽ ഇന്ന് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തെക്കൻ ജില്ലകളിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഈ മഴ അനുഭവപ്പെടില്ല. ഇല്ല, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ, തെക്കൻ ജില്ലകളിൽ ഇന്ന് സാമാന്യേന ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതൽ. അതിൽ വടക്കൻ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗമടക്കം വിലയിരുത്തുകയാണ് കാലാവസ്ഥയിലെ മാറ്റം. ഏതായാലും ഉച്ചയോടെ കുറച്ചുകൂടെ വ്യക്തത വരും. നിലവിലെ സാഹചര്യത്തിൽ മുന്നറിയിപ്പിൽ ഒരു മാറ്റവുമില്ല. ഈ വടക്കൻ മേഖലകളിൽ അതിശക്തമായ തീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ ആ മുന്നറിയിപ്പ് നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.